അദ്ദേഹത്തിനുള്ള സാഹിത്യാർച്ചനയും അതുകൂടാതെ പാലക്കാട് ഹിന്ദി സാഹിത്യ സംഘവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സമർപ്പിക്കുന്ന ഗുരുവേ നമഃ എന്ന പുസ്തക പ്രകാശ ചടങ്ങിലുമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, എ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയർസ്. മഹാന്മാരായ ഗുരുക്കന്മാർ എപ്പോഴും നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്നവരായിരിക്കും. പ്രഭാകർ സാറ് എന്നും ഇന്ന് വരെയും ഓരോ കാര്യത്തിനും വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഏതൊരു വിഷയത്തെക്കുറിച്ച് എന്ത് സംശയം വരുമ്പോഴും ഞാൻ ആദ്യം ചോദിക്കുന്ന സാറോടാണ്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായ മറുപടിയും അതെന്തൊക്കെയാണെന്ന് വിശദമാക്കി ശിഷ്യർക്കുള്ള എല്ലാ ഗുണങ്ങളും മനസ്സിലാക്കി അവരെ ഉന്നമനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഗുരുവാണ് പ്രഭാകർ മാഷ്. അതുകൊണ്ട് അധ്യാപകൻ എന്ന വാക്കും ഗുരു എന്ന വാക്കിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് മലയാളത്തിൽ തെറ്റുണ്ടെങ്കിൽ മലയാളം അറിയാൻ ക്ഷമിക്കുക. പക്ഷേ എനിക്ക് ഗുരു എന്ന വാക്കിന് കൂടുതൽ അർത്ഥമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അധ്യാപകർ പഠിപ്പിക്കുന്ന എല്ലാവരും തന്നെ അധ്യാപകരാണ്. അവരോട് നമുക്ക് സ്നേഹവുമുണ്ട്, അടുപ്പവുമുണ്ട്. ഗുരുവിനോട് എപ്പോഴും ആദരവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വള്ളത്തോണ്ടൊരു കവിതയുണ്ട്, എൻ്റെ അധ്യാപകൻ എന്നല്ല ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ കവിതയ്ക്ക് പേര് കൊടുത്തു എൻ്റെ ഗുരുനാഥൻ എന്നാണ്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഞാൻ എറണാകുളത്താണ് കൂടുതലാണ് MP സാനുമാഷത്തിന് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് മലയാളത്തിലെ പ്രഗത്ഭനായ നിരൂപകൻ M. തോമസ് മാത്യു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് ഗുരുവേ നമഃ. അതിൻ്റെ ചുവട് പിടിച്ചല്ല ഈ പുസ്തകത്തിന് പേര് കൊടുത്തു. സാന്നിധ്യമാകുവാൻ ശ്രീമതി യശോദ ടീച്ചർ അവരുടെയും ക്ഷണിക്കുകയാണ്. യോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. മാഷൊരു ഭാഷാധ്യാപകനായിരുന്നു. ഇരിക്കുന്നവരൊക്കെ ഏകദേശം ഭാഷാധ്യാപകരായിരിക്കും എന്നെനിക്ക് തോന്നുന്നു, അല്ലേ? അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ഭാഷ എന്താണ്? ഈ ഭാഷ വളരെ പ്രധാനപ്പെട്ട, നാം ഒരിക്കലും ചോദിക്കാത്ത, എന്നാൽ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ ലാംഗ്വേജ്? ഈ ചോദ്യത്തിന് മുമ്പിൽ വ്യത്യസ്ത ഭാഷ എന്ന ഒരു തിരിച്ചറിവേ വരുന്നില്ല. ഭാഷ പ്രഭാകരൻ സാറുമായിട്ടുള്ള അടുപ്പം, ബന്ധം, അതിന് വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മളെ പലരും. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1974 ഫെബ്രുവരി മുതൽ എനിക്ക് അദ്ദേഹത്തെ അടുത്ത പരിചയം. 51 വർഷം കഴിഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകത, ഈ 51 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും അദ്ദേഹവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ കലഹോ വാഗ്വാദമോ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. പലപ്പോഴും പലരുമായിട്ട് പലതും വേണ്ടി വരാറുണ്ടല്ലോ. ഏത് കാര്യത്തിനായാലും പ്രഭാകർ മാസ്റ്റർ അഭിപ്രായം ഞങ്ങളൊക്കെ വളരെ ആദരവോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി
നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷ ഹംസ് ഏക് ഹേ എന്നുള്ള ഹം സബ് ഏക് ഹേ എന്നുള്ള ആ ഒരു വിചാരത്തിൽ ഏക ഭാഷ, ഏക മനോഭാവം, ഒരു ദേശീയത എന്ന ചിന്താഗതിയിൽ പോകുന്നതാണ് MP സാഹിത്യ സംഘത്തിലെ പ്രവർത്തകർ. ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് 43 വർഷവും ഞങ്ങൾക്ക് ഒരു തടസ്സം കൂടാതെ പ്രവർത്തിക്കാൻ സാധിച്ചു. ഇതൊരു വലിയ വിജയമാണ്. അതിന് കാരണം അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള പ്രഭാഷണം. അതാണ് അദ്ദേഹത്തെ നിത്യഹരിത നായകൻ പറയും. 84 വയസ്സായെങ്കിലും എന്നേക്കാൾ ചെറുപ്പമാണ് കാണുമ്പോൾ. നോക്കൂ, ആ കസം കൊണ്ട് വിട്ട് ഒരു വിവാഹിതരായ ഒരു മണവാളി പോലെ ഗംഭീരമായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധ്യമല്ല. നമ്മളൊക്കെ അതിരിക്കുമ്പോൾ പലപ്പോഴും എന്താ ഭാഷ വയസ്സായിരിക്കുന്നല്ലേ ചോദിക്കാൻ തുടങ്ങി. ഒരുപാട് ഭാഷയോട് ചോദിക്കാൻ പോയാലേ ചോദിക്കാൻ സാധ്യമല്ല. അപ്പോ ഇതെന്താ കാരണം പറഞ്ഞാൽ ബഞ്ചംഗത്തോ കഠോത്തി ഗംഗ ഹിന്ദിയിൽ ചൊല്ലുന്നു. മനസ്സ് ശുദ്ധമായാൽ മനഃപാത്രത്തിന് ഗംഗ വരുന്നു. അതൊരു കഥയാണ്, റൈദാസിന്റെ കഥയാണ്. ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. നമ്മുടെ മനസ്സെപ്പോഴും ശുദ്ധമാണെങ്കിൽ, സന്തുഷ്ടമാണെങ്കിൽ നമ്മുടെ ശരീരവും നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പ്രഭാജിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം 100% അദ്ദേഹത്തിന് യോജിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹിത്യ സംഘം ഇതിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രത്യക്ഷ ഗുരുനാഥന്മാരും പരോക്ഷ ഗുരുനാഥന്മാരുമുണ്ട്. PK മാധവൻ മാഷൻ്റെ പ്രത്യക്ഷ ഗുരുനാഥനാണ്. സ്വപ്നവാസവത്വവും രഘുവംശവും പഠിപ്പിച്ച് അതിൻ്റെ ഗ്രാഹ്യം, അതിൻ്റെ അതിൻ്റെ ഒരു ഉപസ്ഥിതി മനസ്സിലാക്കി തന്ന ഗുരുനാഥനാണ്. അതേപോലെ പ്രഭാകരൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം മാധവ മാഷി ഇവിടെ സൂചിപ്പിച്ചു 1974 മുതൽക്ക് എനിക്ക് പ്രൊഫസർ ടി കെ പ്രഭാകരൻ അറിയാം എന്ന് മാഷി പറഞ്ഞുവെങ്കിൽ അതിൻ്റെ നിഴൽ പിടിച്ചുകൊണ്ട് ഞാനും കുറച്ചൊരു അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ്. 1974 വിക്ടോറിയയിൽ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി പ്രവേശിച്ച അന്ന് മുതൽക്ക് ഇന്നോളം പ്രഭാകരൻ മാഷെ എനിക്ക് വളരെ വ്യക്തമായി തന്നെ എൻ്റെ ഒരു പരോക്ഷ ഗുരുനാഥൻ എന്ന ആ ഒരു പ്രകരണത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധിക്കുന്നു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ഉൾക്കൊള്ളാൻ. और मेरे साथियों, हमने जब प्रोग्राम सोचा था प्रभात जी के बारे में, मैंने एक्सपेक्ट नहीं किया था कि इतने लोग यहाँ पर आएंगे। मैंने सोचा था कि शायद बहुत कम लोग आएंगे, लेकिन ये तो हाल पूरा भरा पड़ा हुआ है। तो इससे पता चलता है कि प्रभाकर साहब जी के बारे में लोगों में कितना स्नेह है। साथियों, साहित्य के प्रति, खासकर हिंदी साहित्य के प्रति उनका जो लगाव या उनका जो ज्ञान है, शायद ही मेरे ख्याल से मेरा जितना अनुभव है मैंने कम लोगों में पाया है. അങ്ങനെ ആ സംഭാഷണ മധ്യയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രഭാകരൻ സാറിൽ നിന്നാണ് ഈ നമ്പർ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളൊരു പുസ്തക പ്രകാശനം ഉണ്ട്, അതിലേക്ക് ഒരു ലേഖനം വേണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ എത്ര ദിവസം കൊണ്ട്, കാരണം അന്നത്തെ ഒരു ചുറ്റുപാട് പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ എത്ര ദിവസം കൊണ്ട് വേണ്ടി വരും എന്ന് ചോദിച്ചപ്പോൾ ഒരാഴ്ചക്കകത്ത് വേണമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഒട്ടേറെ ഓർമ്മകൾ വിക്ടോറിയ കോളേജിനെ കുറിച്ച് മനസ്സിലുള്ളത് കൊണ്ട് ഒരു ലേഖനം തയ്യാറാക്കണം എന്നുള്ള ആ സാഹചര്യത്തിലും ഞാൻ കിട്ടുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ സന്നദ്ധ നമുക്ക് സാറിനെ
സാറിനെ കുറിച്ച് അന്നാണ് സാറിന്റെ പൂർണ്ണമായ ഒരു രൂപം അവിടെ വരച്ചു കിട്ടുന്നത്. നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അതല്ല പ്രഭാകരൻ സാറെന്ന്. അതായത് എന്ത് കാര്യം, ഏത് കാര്യം, അതായത് രാമായണാവട്ടെ നേരിട്ട് ബന്ധമുള്ളവരോ സാഹിത്യ സംഘവുമായിട്ട് ബന്ധമുള്ളവരോ പാലക്കാടുകാരോ ഒക്കെയാണ്. അതിൽ ഒരൊറ്റയാൻ ഞാൻ മാത്രമാണ്. എന്നെ എന്തുകൊണ്ടാണ് ക്ഷണിച്ചതെന്ന് പോലും ഇവിടെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതെന്ന് പോലും എനിക്കറിയില്ല. എന്നെ ആദ്യം ക്ഷണിച്ചത് നമ്മുടെ സാറാണ്. സാറൊരു ഫോണിൽ കൂടെ മാത്രം ഫോൺ ചെയ്ത് ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു പരിപാടിയുണ്ട്. കാരണം അന്ന് തന്നെ ഞാൻ എൻ്റെ പത്നിയോടുകൂടി ഗീതയോടുകൂടി വരാമെന്ന് ഞാൻ സമ്മതിക്കുകയും അന്ന് തന്നെ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് നേരിട്ട് പ്രഭാകരൻ സാർ എന്നെ വിളിച്ചു. വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. പ്രഭാകരൻ സാർ വിളിച്ചാൽ മിക്കവാറും എന്തെങ്കിലും ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സാർ നേരിട്ട് വിളിച്ചു. വല്ലാതെ ഞാൻ ധന്യനായിപ്പോയി ആ നിമിഷം. അപ്പോൾ അതുകൊണ്ട് അതിന് നന്ദി പറഞ്ഞേ പറ്റും. തിരുവനന്തപുരത്തേക്ക് പോയിട്ട് 8 വർഷമാകുന്നു. എങ്കിലും വിക്ടോറിയ കോളേജിലോ അല്ലെങ്കിൽ പാലക്കാടോ നടക്കുന്ന ഏതൊരു പരിപാടിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി വരാൻ എന്നും മനസ്സ് സന്തോഷത്തോടു കൂടി ഉള്ള ഒരാളാണ് ഞാൻ. കാരണം വെറും 3 വർഷമേ ഞാൻ വിക്ടോറിയ കോളേജിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വളരെ സംഭവ ബഹുലമായ, വളരെയേറെ കോലാഹലം നിറഞ്ഞ ആ 3 വർഷങ്ങളിൽ എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് വളരെയധികം ഫ്രണ്ട്സ്, അതിനേക്കാൾ ഉപരി ഗുരുസ്ഥാനീയരായി ഞാൻ കാണുന്ന കുറച്ചധികം വ്യക്തിത്വങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ള ആ 3 വർഷങ്ങൾ. ഇടയ്ക്ക് തികച്ചും ഒരു പാലക്കാടുകാരിയായി മാറിയാലോ എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ സ്ഥിരതാമസത്തിന് ഒരു വഴി ഞാൻ അന്ന് നോക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അത്രയ്ക്കും ഞാൻ വളരെ അടുത്ത് നിൽക്കുന്ന, എൻ്റെ മനസ്സുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട്. ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു ഗുരുവിനെ കൂടെ കിട്ടി. അതാണ് നമ്മുടെ പ്രഭാകരൻ മാഷ്. സാറ് പറഞ്ഞതുപോലെ, മുരളി മാഷ് പറഞ്ഞതുപോലെ, പ്രത്യക്ഷത്തിൽ നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് അധ്യാപനം നടത്തിയ അധ്യാപിക നമ്മളുടെ പ്രേമലത ടീച്ചർ, BA-ക്കും MA-ക്കും എനിക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ടീച്ചറാണ്. പക്ഷേ അരവിന്ദാക്ഷൻ സാറും പ്രഭാകരൻ മാഷും എന്നെ ഒരു ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിച്ചവരല്ല. പക്ഷെ ഇന്നും മനസ്സുകൊണ്ട് ഓർക്കുമ്പോൾ അറിയാതെ തലകുനിച്ചു പോകുന്ന 2 വ്യക്തിത്വങ്ങളാണ്. അതിൽ പ്രഭാകരൻ മാഷിനെ കുറിച്ചിട്ട് ഇങ്ങനൊരു ഓർമ്മ പുസ്തകം ഇറക്കുമ്പോൾ അതില് ലേഖനം എഴുതാൻ അരവിന്ദാക്ഷൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് തന്നെ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായി ഞാൻ കരുതുന്നു. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അപ്പോ ഇവിടെ വന്നിട്ട് ബാലസുബ്രഹ്മണ്യ സാറും ജയരാമൻ സാറുമാണ് ഈ സാഹിത്യ സംഗമത്തിലേക്ക് എന്നെ അടുപ്പിച്ചത്. എന്റെ കുട്ടികളെ ജയറാമും ബാലസുബ്രഹ്മണ്യൊക്കെ സർപ്രൈസ് ആക്കി വെച്ചിട്ട് എന്റെ റിട്ടയർമെന്റിന് എന്റെ നാഥനെ വിളിച്ചു. അതും എനിക്കറിയില്ലായിരുന്നു, എന്നോട് ഒളിപ്പിച്ച് ചെയ്തതായിരുന്നു. അങ്ങനെ എന്നെ ചേർത്തി എന്നെ അവിടുന്ന് ഇറക്കിയതും എൻ്റെ എനിക്ക് വാക്കറിയാൻ പറഞ്ഞു. വാട്സാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മജന്മാന്തര ബന്ധമാണ്. യശോദ ഞാൻ പഠിക്കുമ്പോൾ സീനിയറായി പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മദറിന്ന യശോദയുടെ അമ്മ കൂടെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ പരമ്പരാഗതമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇവിടെ പലരും ചോദിച്ച പോലെ എനിക്ക് ഒരു ഭയങ്കര ഭയമായിരുന്നു സാറിനോട്. ഇന്ന് എനിക്കൊരു പേടിയാണ്. ഞാൻ ജോയിൻ ചെയ്ത മുൻപ് അത് സാറ് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് സാർ എന്നോട് പെരുമാറും. എന്നെ തല്ലിയെന്ന് പറയാൻ കാരണം വെച്ചാൽ സാഹിത്യപരമായിട്ട് ഞാൻ ഇത്രയ്ക്കൊക്കെ എത്തൂ അത് മനസ്സിലാക്കി തോന്നുന്നുണ്ട്. എൻ്റെ പലരും സൂചിപ്പിച്ച പോലെ ജോലിയിൽ കയറി തിരിച്ചും മറിച്ചും വെറും പഠിപ്പിക്കാനുള്ള പുസ്തകം മാത്രം, അതും എൻ്റെ വ്യക്തിപരമായ സാഹചര്യമായിരുന്നു. അതിൽ കൂടുതലൊക്കെ അറിയുന്നത് ബാലസുബ്രഹ്മണ്യം, ജയറാം. നേതൃത്വത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ പുസ്തകമാണ് ഗുരുവേ നമഃ എന്നുള്ളത്. വളരെയേറെ സന്തോഷമുണ്ട്. അരവിന്ദാൾ സാറ് നിരന്തരമായിട്ട് ഈ പുസ്തകത്തിന്റെ പുറത്തിറക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 1 വർഷം മുമ്പ് തന്നെ എന്നോട് സാറ് സൂചിപ്പിക്കുകയുണ്ടായി, ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിലൊരു ലേഖനം എഴുതണം, അടുത്ത വർഷത്തേക്ക് മതി. 24 തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുണ്ടായി അടുത്ത വർഷത്തെ ഡിസംബർ ആകുമ്പോഴേക്കേ വേണ്ടുള്ളൂ. ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് മുൻകൂട്ടി പറയുകയാണ്, പല തിരക്കുകൾക്കിടയ്ക്ക് ചിലപ്പോൾ സാധിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഏകദേശം 1 വർഷം മുമ്പ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് സാറ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പേഴ്സണലായിട്ട് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും സാറ് നിരന്തരമായിട്ട് പ്രേരണ നൽകി.
1983 ഞാൻ വിക്ടോറിയ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നത്. സാറന്ന് സീനിയർ സാറായിരുന്നു, ഞാൻ ഏറ്റവും ജൂനിയർ ടീച്ചറായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോകുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു രീതിയിലായിരുന്നില്ല അന്ന് പ്രഭാകരൻ സാറിനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തോന്നിയിരുന്നു. കാരണം ഇവിടെ പലരും സൂചിപ്പിച്ചു ഒരു വലിയ ഒരാകാരം, അതോടൊപ്പം തന്നെ ഒരു അധികം സംസാരിക്കാത്തൊരു പ്രകൃതം, പല ചോദ്യങ്ങൾക്കും വളരെ അർത്ഥപൂർണമായ മൗനമായിരിക്കും ഉത്തരം. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ സാമാന്യഗതിയിൽ ആ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇടപെടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാലസുബ്രഹ്മണ്യൻ സാർ സൂചിപ്പിച്ച പോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്യരോട് സാറിന് വളരെ സ്നേഹവും പരിഗണനയും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സാറിനെ കുറിച്ച് ഒരുപാട് പേര് പലതും പറഞ്ഞെങ്കിലും ഒരുപാട് പേര് പറഞ്ഞു കബീർദാസിന്റെ ഗുരുമഹിമയെ കുറിച്ചുള്ള എല്ലാ ദോഹകളും എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ആ അദ്വിതീയമായിട്ടുള്ള അല്ലെങ്കിൽ ആ കബീർദാസ് എന്ന് പറയുന്ന മഹാൻ ഇദ്ദേഹത്തെ കുറിച്ചാണോ തൻ്റെ ഗുരു മഹിമയെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്ന് പലപ്പോഴും എനിക്ക് ക്ലാസ് എടുക്കുമ്പോഴും വായിക്കുമ്പോഴും തോന്നിയിട്ടുണ്ട്. അത് അത് സത്യമാണ് എന്നൊരു തോന്നല് അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായത് ഇന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഭാകർ സാറെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സാറ് വളരെ അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ പോലും എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും ചോദിക്കാറുണ്ട്. മാത്രമല്ല ഇപ്പൊ നമ്മളിൽ എത്ര പേർക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവ് ആയിട്ടുണ്ട്, അത് വാട്സാപ്പ് ആയിക്കോട്ടെ, അത് പിന്നെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയകളിൽ എന്തിറങ്ങിയാലും അത് പ്രഭാകരൻ സാർ അതിലുണ്ടാവും. നമ്മൾ അങ്ങോട്ട് സംശയം ചോദിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്കാണ് സാർ. അത്ര അപ്ഡേറ്റഡ് ആണ് ഈ വിഷയത്തിൽ എന്ന് പറയുന്നത്. ഞാൻ സാറോട് പിന്നെ ഇതുപോലെ തന്നെ എന്ത് സംശയം വരുമ്പോൾ ചോദിക്കുമ്പോൾ സാറോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, സാർക്ക് എങ്ങനെ എത്ര ഇങ്ങനെ അപ്ഡേറ്റ് ആവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. അപ്പം സാർ എന്നോട് പറഞ്ഞൊരു മറുപടി, നമ്മൾ എന്നും സ്റ്റുഡൻസ് ആയിരിക്കുകയാണ്. സാറ് ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ പറയുന്നു ഒരു 90% പേരെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിപ്പിക്കാനുള്ള ബുക്ക് അല്ലാതെ വേറൊരു സാധനം നോക്കില്ല. അപൂർവമായ കുറെ അധ്യാപകർ എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും സാറ് വളരെ അപ്ഡേറ്റ് ആണ്. സാറ് അന്ന് പഠിപ്പിച്ച 25 വർഷം മുമ്പ് പഠിപ്പിച്ച ആ കവിതകൾ എനിക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോൾ ഇപ്പോഴും ഞാനത് സാറ് പറഞ്ഞ ക്ലാസ്സുകൾ ഇപ്പോഴും ഞാൻ അതേ സെന്റൻസുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. കാലഘട്ടം മുതൽ സാറിന്റെ പ്രസംഗത്തിന്റെ രീതി മാസത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും. അതിൽ വിഷയം ഉണ്ടാവും, അവതരിപ്പിക്കുന്ന ആളുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും പ്രഭാകരൻ സാറിന്റെ അവതരിപ്പിക്കുന്ന ലേഖനം ഉണ്ടെങ്കിൽ അത് മിസ്സാക്കാറില്ല, നിർബന്ധമായിട്ട് പോകും. ആ ഭാഷാശുദ്ധി എന്നെ ഈ ഹിന്ദി ഫീൽഡിൽ ഞാൻ ഒരു 6 വർഷം റിട്ടയർ ചെയ്തതിന് ശേഷം, ഞാനിപ്പോൾ 2014 റിട്ടയർ ചെയ്തു. അതിന് ശേഷം ഒരു 6 വർഷം കോപ്പറേറ്റീവ് കോളേജിൽ ഡിഗ്രിക്കാർക്ക് ക്ലാസ് എടുക്കേണ്ടി വന്നു. ആ സമയത്തൊക്കെ തന്നെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് സാറിൻ്റെ ആ രീതിയിലുള്ള അതുപോലെ ആവില്ല എങ്കിലും എനിക്കതിന് പിൻബലം കിട്ടിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയൊക്കെയാണ്. രാമചന്ദ്രൻ സാർ തന്റെ സഹോദരൻ ഹിന്ദി അധ്യാപകനാണ് അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്റെ അച്ഛൻ ചെന്ന് പ്രഭാകരൻ സാറോടാണ് അച്ഛന്റെ സിസ്റ്റർ ആയിട്ടുള്ള ചന്ദ്രകുമാരി എന്നുള്ള എന്റെ ആന്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുന്നത്. 1972 സാറുടെ അനുഗ്രഹത്തോടു കൂടി സാറുടെ നിർദ്ദേശത്തോടു കൂടി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ എന്റെ ആന്റിക്ക് കഴിഞ്ഞു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഡാഡി ആദ്യം പറഞ്ഞത് സാറോടുള്ള എന്റെ റിഗാർഡ്സ് അറിയിക്കണമെന്ന്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് 1999 PGക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിലും വിക്ടോറിയ കോളേജിൽ നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി ഹോസ്റ്റൽ അന്തരീക്ഷത്തിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ നിന്ന് PC എടുത്ത് ഞാൻ വരുമ്പോൾ
അവിടുത്തെ അധ്യാപകനായിട്ടുള്ള അരവിന്ദാക്ഷൻ സാർ എന്നോട് പറഞ്ഞു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്താണെന്ന് അറിയാവുന്ന തൻ്റെ ആന്റിയോട് ചോദിക്കുക, താൻ എന്തിനുകൊണ്ട് TCക്ക് അപ്ലൈ ചെയ്യുന്നു. ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ കഴിയാതെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയായിട്ടുള്ള സുബൈദ മാഡത്തെ ഞാൻ വിളിച്ചു പറയുന്നു. മാഡം പറഞ്ഞു, അങ്ങനെ പറ്റാതെ വരികയാണെങ്കിൽ ഒലവക്കോട് സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്, പ്രഭാരൻ സാറുടെ അണ്ടറിൽ ക്ലാസ്സിന് ചെല്ലുക എന്ന് പറഞ്ഞു. എന്ത് സംശയം ഉണ്ടെങ്കിൽ ആദ്യം ഫോൺ എടുത്ത് ഞാൻ എൻ്റെ മാഡത്തെയാണ് വിളിക്കാറുള്ളത്. അങ്ങനെ മാഡം പറഞ്ഞതനുസരിച്ച് ഒലവക്കോട് സാറുടെ ക്ലാസ്സിന് എനിക്ക് ചേരുവാൻ കഴിയും. ആരുടെ മുഖത്തും ഒരു പ്രതികരണവും ഇല്ല, ഒരു ഭാവവും ഇല്ല, ആരും വായിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും ചോദിക്കാം, ഷെർലക് ഹോംസ് വായിച്ചിട്ടില്ല? എല്ലാവരുടെയും മുഖത്ത് നോക്കുന്നില്ല. ഷെർലക് ഹോംസ് വായിച്ചിട്ടില്ല? മൂന്നാമതും ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ചമ്മിരിക്കുക, ആരും വായിച്ചിട്ടില്ല, ആർക്കും വായനയില്ല. അന്ന് തുടങ്ങി ഞാൻ വായന. അന്ന് തുടങ്ങി ആ വർഷം മുതൽ ആഴ്ചയിൽ 13 ബുക്ക് വരെ വായിച്ച ആഴ്ചകളുണ്ട്. നമ്മുടെ ലൈബ്രറി പിന്നെ മണ്ണാർക്കാട് ലൈബ്രറിന്റെ വീട് മണ്ണാർക്കാട് നിന്ന് വീണ്ടും 15 കിലോമീറ്റർ പോകണം. രാവിലെ വരാനും തിരിച്ചു പിടിച്ചാലുവാനേ നേരമുള്ളൂ. കോളേജിൽ നിന്ന് എത്രയും വേഗം പോകുക, എത്രയും വൈകി എത്തുക, അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. എന്നാലും പിന്നീട് അങ്ങോട്ടങ്ങ് വായന തുടങ്ങിയിട്ട് വളരെയധികം വായിച്ചു. ഹിന്ദി അല്ല വായിച്ചത്, മലയാളമാണ്. ഹിന്ദി വായിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാലത്ത് പ്രവേശിക, വിശാരദ, പ്രവീൺ ഇതിന്റെ കൂടെ ചെയ്തു. शुक्रिया 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 आज जो भी है हम सब है आपकी ही बदौलत, आपके समर्पण को ഇന്നത്തെ ഈ സ്നേഹസംഗമം തുടങ്ങിയ സമയം മുതൽ ഞാൻ ഒരു സവിശേഷ മാനസികാവസ്ഥയിലാണ്. കാരണം എന്നെക്കുറിച്ച് എൻ്റെ ശിഷ്യന്മാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പറഞ്ഞ സ്നേഹമിശ്രിതമായ വാക്കുകൾ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും അവിടെ ഓർമ്മകളുടെ ഓളങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും സ്വൈരവിഹാരം നടത്താൻ സന്ദർഭം നൽകുകയും ചെയ്യുകയുണ്ടായി. അതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഈ ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ ഈ ഒരു പരിപാടി ഇതിനെക്കുറിച്ച് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഹിന്ദി സാഹിത്യ സംഗമത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ശ്രീ സോമസുന്ദരൻ സാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇത്തരം സമാധാന യോഗങ്ങളോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നതുകൊണ്ട് ഞാനത് ഗൗരവമായി എടുത്തില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ വിക്ടോറിയ കോളേജിൽ നടന്ന ഒരു സെമിനാറിന് ശേഷം ആ സെമിനാറിൽ ഡോക്ടർ അരവിന്ദാക്ഷനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആസൂത്രണം ചെയ്യുന്നുണ്ട്, അത് സമ്മതിക്കണം എന്നോട് പറഞ്ഞപ്പോൾ ആ സ്നേഹപൂർണമായ സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷേ അന്ന് ആ സെമിനാറിലുണ്ടായിരുന്ന എൻ്റെ പ്രിയ ശിഷ്യനായ ഡോക്ടർ അരവിന്ദാക്ഷൻ അവരോട് പറഞ്ഞു, ഇത്തരം ഒരു യോഗം നടത്തിയത് കൊണ്ട് മാത്രം അത് സമ്പൂർണമാവില്ല, സാറിനെക്കുറിച്ച് ഒരു പുസ്തകം കൂടി നമ്മൾ ആ യോഗത്തിൽ പ്രകാശനം ചെയ്യണം. ഞാനന്ന് ശ്രീ സോമസുന്ദരൻ സാറിനോട് പറയുകയുണ്ടായി, ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ ഡോക്ടർ അരവിന്ദാക്ഷൻ തന്നെ ചെയ്യണം, അദ്ദേഹം അതിൻ്റെ മുഖ്യ പത്രാധിപരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും എൻ്റെ ആഗ്രഹം സോമൻ സാർ അരവിന്ദാക്ഷനോട് അറിയിക്കുകയും അരവിന്ദാക്ഷൻ അങ്ങനെ ആ ദൗത്യം ഏറ്റെടുക്കുകയും വിജയകരമായി ആ പുസ്തകം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഹിന്ദി സാഹിത്യ സംഗമത്തിൻ്റെ
പ്രവർത്തകരോട് ആർദ്രമായ നന്ദി ഞാൻ ആദ്യമായി പ്രകാശിപ്പിക്കട്ടെ. ജീവിത പരിചയമാണ്. ഈ 6 നൂറ്റാണ്ട് കാലത്തിലെ വിവിധ ഘട്ടങ്ങളിലേക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ഓർമ്മ പ്രസംഗം എന്നെ എടുത്തുകൊണ്ടുപോയി. ഉദാഹരണമായിട്ട് എൻ്റെ ആദ്യത്തെ ഡിഗ്രി വിദ്യാർത്ഥി പ്രൊഫസർ ജയദേവൻ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം എന്നെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം വന്ന തലമുറയിലായിരുന്നു ഡോക്ടർ അരവിന്ദാക്ഷൻ. അരവിന്ദാക്ഷൻ ഉണ്ടായിരുന്ന ആ കാലം, അതിനുശേഷം പിന്നീട് പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടിയൊക്കെ ഏതാണ്ട് അവസാന കാലത്ത് വന്ന എൻ്റെ വിദ്യാർത്ഥികളാണ്. സഹധർമ്മിണിയായ യശോദയാണ്. ഇന്നത്തെ ഈ യോഗം എൻ്റെ ശിഷ്യന്മാർ മുഖ്യമായും സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ യശോദ എന്തുകൊണ്ടും അർഹയാണ്. കാരണം പ്രീ ഡിഗ്രിക്ക് 2 വർഷവും ഡിഗ്രിക്ക് 3 വർഷവും അങ്ങനെ 5 വർഷം യശോദ എൻ്റെ ശിഷ്യയായിരുന്നു. അപ്പോൾ എല്ലാവരും സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്, പറഞ്ഞ് ക്ലീശയായ ഒരു പ്രയോഗമാണ് ഏത് വിജയിയായ പുരുഷന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്ന്. ഞാൻ ആ വാക്കുകൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു പ്രവർത്തനത്തിലും വിഘാതമായി നിൽക്കാൻ യശോദ ശ്രമിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിലും എന്നോട് സഹകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒരു അധ്യാപകനും മറ്റൊന്നും വേണ്ടതില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഏതാണ്ട് എല്ലാ മനുഷ്യസഹജമായ കൊച്ചു അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും പരിധിവിടാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾക്ക് നൽകിയ സഹകരണത്തിനും നന്ദിക്കും സ്നേഹത്തിനും ഈ അവസരത്തിൽ ഞാൻ യശോദയോട് നന്ദി പറയുകയാണ്. ഞാൻ വാസ്തവത്തിൽ ആ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്രയൊക്കെ എൻ്റെ ശിഷ്യന്മാരെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നതാണ്. പിന്നെ ഞാൻ വളരെ നിർവികാരം എൻ്റെ ചില ശിഷ്യർ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും അല്ല. ഞാൻ വളരെ സാധാരണക്കാരനായ ഒരു ശരാശരി അധ്യാപകൻ. ഞാനിപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ എന്തോ വലിയ സാന്നിധ്യം പോലെയുള്ള ഗുരുക്കന്മാരാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ. പിന്നെ അതിൽ ഞാൻ നീട്ടുന്നില്ല. ഒരു വളരെ വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ വരുന്ന ആഗസ്റ്റ് 30-ാം തീയതി 30/8/2025 ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ 50-ാം വർഷമാണ്. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി വർഷമാണ്. ഈ ദീർഘമായ വിവാഹ ജീവിതം നൽകിയ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ശിഷ്യന്മാരോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ആത്മാർത്ഥമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. प्रभाकर जी के सदाभिषेक के सिलसिले में यहाँ आयोजित कार्यक्रम में आए हुए सभी श्रेष्ठ विशिष्ट व्यक्तियों को और आप हिंदी प्रेमियों को हिंदी साहित्य संगम की ओर से कृतज्ञता प्रकट करता हूँ. जय हिंद, जय हिंदी.
हाथ थाम के आपने है हमको सब सिखाया, माफ की गलतियां संभाला जब भी लड़खड़ाया। शुक्रिया शुक्रिया शुक्रिया।